കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. പോയേത്ത് വെച്ച തുരുത്തി എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ചിന്തിച്ചുകൊണ്ടിരിക്കാൻ കർത്താവ് ദൈവം നമുക്ക് നൽകുന്ന ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിച്ച് അവസാനിപ്പിച്ചത് വചനം എന്ന ആ പാൽ കുടിക്കുവാൻ നമ്മൾ വാഞ്ചിക്കണം. വചനമാണ് നമ്മെ രക്ഷയിലേക്ക് നടത്തിയത്. വചനമാണ് നമ്മെ ജീവിപ്പിക്കുന്നത്. വചനമാണ് നമ്മെ ആശ്വസിപ്പിക്കുന്നത്. വചനമാണ് നമ്മെ ധൈര്യപ്പെടുത്തുന്നത്. വചനമാണ് നമ്മെ ഉറപ്പിക്കുന്നത്. അതുകൊണ്ട് വചനത്തിന്റെ ശബ്ദം കേൾക്കുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം എന്നതാണ് കാര്യം. നമ്മുടെ അരുമനാഥനായ കർത്താവായ യേശു ക്രിസ്തു പിശാചിനോട് പറയുന്ന ഒരു മറുപടിയുണ്ട്. മനുഷ്യപുത്രൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. അപ്പോൾ നമ്മൾ ജീവിക്കുന്നത് എന്തിനാലാണ്? ബാങ്ക് ബാലൻസ് കൊണ്ടല്ല നമ്മൾ ജീവിക്കുന്നത്. സാമ്പത്തികമായ നന്മകൾ നമുക്കുള്ളത് കൊണ്ടല്ല നാം ജീവിക്കുന്നത്. ഉയർന്നതായിരിക്കുന്ന ജോലി നമുക്കുള്ളത് കൊണ്ടല്ല നമ്മൾ ജീവിക്കുന്നത്. ഏക്കർ കണക്കെ സ്വത്ത് നമുക്കുള്ളത് കൊണ്ടല്ല നാം ജീവിക്കുന്നത്. മക്കളൊക്കെ ദേശത്തായിരുന്നു കൊണ്ടല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ജീവിക്കുന്നത് ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കും. ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് ആ വചനം കൊണ്ട് ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന് വേണ്ടി കരുതുവാൻ നമ്മുടെ ദൈവം ശക്തനായിരിക്കുന്ന ദൈവമാണ്. തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, മുമ്പേ അവന്റെ രാജ്യം നീതി അന്വേഷിക്കാം, അതോടുകൂടെ ഇതൊക്കെയും ലഭിക്കുമെന്ന്. എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിന്റെ ശബ്ദം കേട്ട് ആ വചനത്തിനു വേണ്ടി ജീവിക്കാൻ തയ്യാറാകുമ്പോൾ നമുക്ക് വേണ്ടത് നൽകി തരുവാൻ നമ്മുടെ കർത്താവാദിക ശക്തനായിരിക്കുന്ന ദൈവമാണ്. നമുക്ക് വേണ്ടി കരുതുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഓരോ വ്യക്തികളും ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ തക്കമുടയാകണം. നാം ദൈവത്തിൽ വായിക്കുന്നല്ലോ, അവൻ നിങ്ങൾക്കായി കരുതുന്നവരാകിയാൽ സകല ചിന്താകുലവും അവന്റെ മേലിടുവാൻ കർത്താവാ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി നമ്മൾ മനസ്സിലാക്കണം. എഫെസ്യ ലേഖനത്തിൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുന്ന ഇങ്ങനെയാണ്, വചനമെന്ന ആത്മാവിന്റെ വാളെടുത്തുകൊണ്ട് നിൽപ്പിൻ. നമ്മുടെ വായിൽ എപ്പോഴും വചനമുണ്ടാകണം. നമ്മുടെ നാവിന്മേൽ എപ്പോഴും വചനമുണ്ടാകണം. ശത്രുവിനോട് പോരാടുവാൻ നമ്മുടെ അക്ഷരികമായ ജഡികമായ വാളുകളല്ല, ആത്മീക വാളുമായി നിൽക്കുവാൻ തയ്യാറാകുമ്പോൾ ശത്രുവിനെ ജയിക്കുവാൻ നമുക്ക് ദൈവം ബലം തരുവാന്നൊക്കെ ഉണ്ടായി തീരും. ശത്രു ആരെ വിഴുങ്ങേണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് അല്ലറന്ന സിംഹം പോലെ ഉടനെ നടക്കുകയാണ്. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിനെന്ന്. അപ്പോൾ അവന്റെ അമിതബലത്താൽ ശക്തിപ്പെടുമ്പോൾ പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ ദൈവം നമ്മെ ശക്തരാക്കി മാറ്റുവാന്നൊക്കെ ഇടയാകും. പിശാച് തന്ത്രശാലിയാണ്. തന്ത്രശാലിയായിരിക്കുന്ന പിശാചിനോട് പോരാടുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തുവാനായിരിക്കുന്ന ദൈവമാണ്. അതെ, നമ്മൾ ചിന്തിക്കുന്ന വിഷയം എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണാനായി സാധിക്കുന്നത് വചനം എന്ന പാൽ കുടിക്കുവാൻ നമ്മൾ വാഞ്ചിക്കണം. ആ തുരുത്തിയാകുന്നുവെങ്കിൽ ദൈവവചനമാകുന്ന പാല് ദൈനംദിനമായ ജീവിതത്തിൽ കുടിച്ച് മുൻപോട്ട് പോകുന്ന ഒരു വ്യക്തിയെ തോൽപ്പിക്കാൻ ലോകത്തിലെ ഒരു ശക്തിയെ കൊണ്ടും പൈശാചികന്റെ ഒരു വ്യാപാരത്തിനും ദേശാന്തര വ്യാപാരത്തിനും ഒരിക്കലും കഴിയുകയില്ലെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നാം നമ്മുടെ ക്രിസ്ത്യ ജീവിത യാത്രയോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വിശ്വസിക്കുക, ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ ആശ്രയിക്കുക, ദൈവത്തിന്റെ വചനം നാം ഉദ്ധരിക്കുക, ദൈവത്തിന്റെ വചനം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. ദൈവദാസനായിരിക്കുന്ന യോശുവയോട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. മോശ മരിച്ചു, അതിനുശേഷമായി ഇസ്രായേലിനെ നടത്തേണ്ടത് യോശുവയാണ്. എന്നാൽ യോശുവയോട് ദൈവം പറയുകയാണ്, നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം. അതിന്റെ അർത്ഥമല്ല അവരല്പം അധൈര്യമുള്ളത് കൊണ്ടല്ലേ. എന്നാൽ ദൈവം അവൻ ഉറപ്പിക്കുകയാണ്, നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം. നിന്റെ നേരെ ആരും നിൽക്കുവാൻ ഞാൻ അനുവദിക്കുകയില്ല. എന്നാൽ അവനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ വചനം ഇടത്തോട്ടോ വലത്തോട്ടോ വിട്ട് മാറരുത്. അതിന്റെ നാവിന്മേലിരിക്കണം, അത് നീ ധ്യാനിക്കണം. അപ്പൊ നിന്റെ നേരെ ആരും നിൽക്കാതിരിക്കണമെങ്കിൽ ഒന്ന്, ദൈവത്തിന്റെ വചനം നാം ധ്യാനിക്കണം. രണ്ട്, ആ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. മൂന്ന്, ആ വചനം നിന്റെ ഹൃദയത്തിൽ എപ്പോഴും ഇരിക്കണം. ഈ മൂന്ന് കാര്യം നമ്മിലുണ്ടെങ്കിൽ, വചനം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, ഈ വചനം നമ്മെ ജീവിപ്പിക്കുന്ന വചനമാണ്. നാം ദൈവത്തിൽ വായിക്കുന്നുണ്ടല്ലോ, കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലുമായിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്തിച്ചാലും എന്റെ പിതാവിന് ലഭിക്കുമെന്ന്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്, നമ്മൾ ദൈവത്തിൽ ഘോഷിക്കുന്നവരാണ്, നമ്മൾ ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങൾ പറയുന്നവരാണ്, നമ്മുടെ വേദനകൾ ദൈവസന്നിധിയിൽ ഇറക്കി വെക്കുന്നവരാണ്. എന്നാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ നമ്മുടെ ദൈവശക്തനായിരിക്കുന്ന ദൈവമാണ്. ആർക്കാണ് ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നത്? അവിടെ കാണുന്നത് എങ്ങനെയാണ്, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലുമായിരിക്കുന്നുവെങ്കിൽ. പ്രാർത്ഥന മാത്രം പോരാ, ദൈവത്തിന്റെ വചനം നമ്മുടെ അകത്തുണ്ടാകണം. ശത്രു ചില പരീക്ഷയുമായി കടന്നു വരുമ്പോൾ യേശു ശത്രുവിനെ ജയിച്ചത് ദൈവവചനത്താലായിരുന്നെങ്കിൽ നാം പിശാചിനെ ജയിക്കുവാൻ ദൈവത്തിന്റെ വചനം നമ്മൾ ധ്യാനിക്കണമെന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ദൈവത്തിന്റെ വചനം
ജീവനും ചൈതന്യമുള്ളതാണ്. അത് ഏത് വാതിനേക്കാളും മൂർച്ചയേറിയതാണ്. ദൈവത്തിന്റെ വചനം നമ്മെ ആശ്വസിപ്പിക്കുന്നതാണ്. ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തെ തണുപ്പിക്കുന്നതാണ്. ദൈവത്തിന്റെ വചനം അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നതാണ്. ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് പറയുന്നു, അവ തേനിലും തെൻകട്ടയേക്കാളും മധുരമുള്ളവയാണ്. അപ്പോൾ ആ തേനിലും തെൻകട്ടയേക്കാളും മധുരമുള്ള ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ പതിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ലോകത്തിൽ ഒരു ശക്തിക്കും നമ്മെ ജയിപ്പാനായി സാധിക്കുകയില്ല. ദൈവദാസനായിരിക്കുന്ന ദാനിയേൽ, ഹനന്യാവ്, മീശായേൽ, അസര്യാവ് ബാബേലിൽ അടിമപാലകന്മാരായി കടന്നു വന്നപ്പോൾ ചില ചരിത്രത്തിൽ 17 വയസ്സും ചില ചരിത്രത്തിൽ 19 വയസ്സുള്ളവരായിട്ട് അവർ അടിമപാലകരായി ബാബേലിൽ വന്നിരിക്കുകയാണ്. എന്നാൽ രാജാവ് അവർക്ക് വീഞ്ഞു കൊടുക്കുകയാണ്, രാജബോധനം കൊടുക്കുകയാണ്. ഉടനെ ദാനിയേൽ പറയുകയാണ്, രാജാവിന്റെ ബോധനം കൊണ്ടും താൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കിയില്ലെന്ന് താൻ ഹൃദയത്തിൽ നിശ്ചയിച്ചു. തനിക്ക് അശുദ്ധി ഭവിപ്പാൻ ഇടവരുത്തരുതെന്ന് ഷണ്ഡാധിപനോട് അപേക്ഷിച്ചു. അപ്പോൾ തന്റെ ജീവിതത്തില് രാജാവ് കൊടുക്കുന്ന രാജബോധനം വേണ്ടെന്ന് തീരുമാനിച്ചത് തന്റെ ഹൃദയത്തിലായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജബോധനം കിട്ടിയാൽ ആർക്കാ വേണ്ട എന്ന് വെക്കേണ്ടത്. എന്നാൽ ദൈവദാസനായിരിക്കുന്ന ദാനിയേൽ പറഞ്ഞു, എന്നെ അശുദ്ധനാക്കുന്നതുകൊണ്ട് രാജബോധനമായാൽ പോലും എനിക്ക് വേണ്ട. അപ്പോൾ നാം നമ്മുടെ ജീവിതയാത്രയിൽ നാം ഒരു തീരുമാനം, പ്രതിഷ്ഠ, ഒരു സമർപ്പണം നമുക്കുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവമാണ് സ്വർഗസ്ഥനായ ദൈവം. അങ്ങനെ തീരുമാനിച്ച ദാനിയേലിനെയും ഹനന്യാവിനെയും മീശായേലിനെയും അസര്യാവെയും ഷണ്ഡാധിപൻ 10 ദിവസം പരീക്ഷിച്ചു കഴിഞ്ഞപ്പോൾ രാജബോധനം കഴിക്കുന്നവരെക്കാൾ ശക്തരും ശ്രേഷ്ഠരും ഓജസ്സും തേജസ്സുള്ളവരായിട്ട് ഇവരെ നമുക്ക് കാണാനായി സാധിക്കുന്നു. ദൈവത്തെ മാനിക്കുന്ന ദൈവ പൈതലെ, ദൈവത്തിലൂടെ നിൽക്കുന്ന ദൈവ പൈതലെ, നീ ഒരിക്കലും തോറ്റുപോകാൻ, ഒരിക്കലും തകർന്നു പോകുവാൻ, അനേകരുടെ മുമ്പിൽ ഒരു പരിഹാസപാത്രമായി തീരുവാൻ, നിന്ദപാത്രമായി തീരുവാൻ, ദേശത്ത് അവഹേളിക്കപ്പെടുവാൻ ദൈവം അനുവദിക്കുകയില്ല. ഇന്നല്ലെങ്കിൽ നാളെ ദൈവം തന്നെ മാനിക്കും, നിശ്ചയം. ആകിയാൽ ദൈവത്തിന്റെ വാഗ്ദത്തം വിശ്വസിച്ച് മുൻപോട്ട് പോകുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.